ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു നോൺ വെജിറ്റേറിയൻ വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചിക്കൻ. അപ്പോൾ ചിക്കൻ കൊണ്ട് തന്നെ ആകട്ടെ നമ്മളുടെ രണ്ടാമത്തെ വിഭവം. ചിക്കൻ പല തരത്തിൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നാടൻ ഐറ്റംസ്, ചൈനീസ്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു നാടൻ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പേര് റോസ്റ്റ് എന്നാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചിക്കൻ ചില്ലി റോസ്റ്റ്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ചെറിയ ചില്ലി ചിക്കൻ പോലെയൊക്കെ മുറിക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമ്മളതൊരു ചില്ലി റോസ്റ്റാക്കി മാറ്റും. വളരെ സ്വാദിഷ്ടമായ വിഭവമാണ്, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. അപ്പോൾ ഈ ചിക്കൻ ചില്ലി റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ 1.5 കിലോ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഇനി മാരിനേഷന് വേണ്ട ചേരുവകൾ: കുരുമുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി ചതച്ച മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: പച്ചമുളക് 10 എണ്ണം, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം, ചെറിയ ഉള്ളി 8 എണ്ണം, വെളുത്തുള്ളി 20 ചെറിയ അല്ലി. ഇനി മറ്റു ചേരുവകൾ: എണ്ണ വറുക്കാൻ ആവശ്യമായത്, സവാള 2 വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, ടൊമാറ്റോ 4 ഇടത്തരം നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, സോയാ സോസ് 1.5 ടേബിൾ സ്പൂൺ, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി ചിക്കൻ ചില്ലി റോസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ചിക്കനെ ഒരു ചില്ലി പോലെ ആക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് 1.5 കിലോയുടെ കോഴിയാണ്, തൊലിയെല്ലാം കളഞ്ഞ് ചില്ലി ചിക്കനെ പോലെയൊക്കെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ചേർക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ്. അപ്പോൾ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ചെറിയ സ്പൂണ് 2 സ്പൂൺ. നല്ല ഹീറ്റായിട്ട് എടുത്തോളൂ, കുമിച്ചെടുത്തോളൂ, ലെവൽ തന്നെ വേണമെന്നില്ല. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച പൊടിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. അതല്ല മുളക് പൊടി തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ എന്തായാലും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാൻ പോകുന്നു. ബിരിയാണി മുളകിൻ്റെ പൊടിയാണ്, ഇച്ചിരി ഒരു കളർ കൂടുതൽ ഇരിക്കും. നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കളർ തോന്നിക്കും. ഇനി അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ്. ഇത് ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പാണ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം, നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. ചിക്കൻ ഇവിടെ മാരിനേഷന് തയ്യാറായി കഴിഞ്ഞു, റെഡി ആയിരിക്കുവാണ്. കുറേ കാര്യങ്ങളൊക്കെ ചേർത്തല്ലോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെന്താ കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രേ ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം, ചതയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഇനി അടുത്തത് ചതച്ച മസാല. നാടൻ വെളുത്തുള്ളി ആയിരുന്നു, അതുകൊണ്ട് 1 ഉണ്ട ഇളക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 8 മുതൽ 10 വരെ ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, വലിയൊരു സ്ക്വയർ പീസ് ചതുര കഷ്ണം, പിന്നെ ഒരു 10 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് 10 എണ്ണം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരകല്ലിൽ വെച്ച് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ബൗളിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ മസാല എല്ലാം കൂടി ചേർത്ത് ചതച്ചെടുത്ത് കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്, അടുപ്പ് കത്തിച്ചിട്ട് ചൂട് കെട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കുക. എന്നിട്ട് കുറച്ച് എണ്ണ ചൂടാക്കുക. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിലിൽ ചെയ്താലും മതി. അതിലേക്ക് അതൊന്ന് ചൂടാകണം, കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് വറുത്തെടുക്കണം. അതിന് മുന്നേ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ എണ്ണയിൽ തന്നെ ആദ്യം നമ്മളൊരു കാര്യം ചെയ്യണം, സവാള വറുത്ത് പോരണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് നമ്മൾ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള 2 എണ്ണം, 2 വലിയ സവാള അതിടാൻ പോവാണ്. നല്ല ചൂടായി കിടക്കുമായിരുന്നു എണ്ണ. ഉണ്ടല്ലേ, ആ ഒരു ഉള്ളി ഇട്ടപ്പോൾ ഇങ്ങനെ ശരിക്കും പുക ഇങ്ങനെ വന്നു. ഇതൊന്ന് പാകത്തിന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ചെടുക്കും. പെട്ടെന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവാൻ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അല്പം പഞ്ചസാര ഇടാം, അതല്ലെങ്കിൽ കുറച്ച് ഉപ്പ്, ഈ സ്റ്റേജിൽ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ബ്രൗൺ ആകാനുള്ള ടെക്നിക്സാണ്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂത്ത് തുടങ്ങി. അപ്പോൾ നമുക്കിനി കോരി തുടങ്ങാം. എണ്ണയിൽ നിന്നും കോരി മാറ്റണം. അപ്പോൾ നല്ല കരുകരിപ്പാകും. നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മൂത്ത് തുടങ്ങുന്നു. 200 മൂക്കലുണ്ട്, അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് എണ്ണയിൽ നിന്ന് എടുക്കാം.
ഇതെല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് കോരി കഴിയുമ്പോൾ കറക്റ്റ് കളറിൽ കിട്ടും, ഗോൾഡൻ കളർ. അപ്പം കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും മാറ്റി തുടങ്ങണം. ഇനി ഇരുന്നൊരു പാകത്തിനൊരു മൂക്കലുണ്ട്, പ്ലേറ്റിൽ ഇരുന്ന് കുറച്ചൊന്നും കൂടി ഒന്ന് കളർ മാറും.